ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് ഇടാറില്ല. ഇപ്പൊ ഏകദേശം 2-3 ദിവസമായി വ്ളോഗ് ഇട്ടിട്ട്. അതെ, അപ്പൊ നമ്മളിനി അങ്ങോട്ട് തുടർച്ചയായിട്ട് വ്ളോഗ് ഇടാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മളിന്ന് അവിടെ തെന്മല വരെ പോകാന്ന് വിചാരിച്ചു. ഞാനും മാരിസും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാരും തെന്മല. ഇപ്പൊ എവിടെ നമ്മള് നിക്കുന്നത്? നമ്മളിപ്പോ നിക്കുന്നത് ഓടനാട്ട കൈ നിൽക്കുകയാണ്. വളരെ സുപരിതമായ ഒരു ഫലം. അതെ അതെ, നിങ്ങളെ സ്ഥിരം വരുന്ന റൂട്ടാണോ? അതെ. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ പോവാണ്. ഇവിടുന്ന് എങ്ങോട്ടാ ഇനി പോണ? തെന്മലയിൽ നേരെ തെങ്കാശി പോയിട്ട് ബോർഡർ ചിക്കൻ കഴിക്കാനുള്ള പ്ലാനിലാണ്. എന്റെ പ്ലാൻ സർപ്രൈസ് ആയില്ലേ നീ? ഒറ്റ മൈൻഡ് ആയിരുന്നു. അപ്പൊ നമ്മള് നേരെ ബോർഡർ ചിക്കൻ പോയി കഴിക്കാൻ പോവാ. അവിടെ സ്ഥലത്തിന് തെങ്കാശി മറ്റേ റാഹുമത്ത് ഹോട്ടലില്. അപ്പം റെഡി? അപ്പൊ നമുക്ക് പോയിട്ട് കോടോ. നമ്മൾ വണ്ടിക്ക് ഇന്ധനം നിറയ്ക്കാൻ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടെ പുനലൂരാണ്. ഇവിടെ സ്ഥലം പുനലൂരാണ് സ്ഥലത്തിന്റെ പേര്. കുന്നിക്കോടിന്റെ പുനലൂരിന്റെ നടുക്ക്. ഓൾറെഡി നമ്മളിൽ 2 കട്ട ഉണ്ട്. ഒരു 550 സേഫ്റ്റിക്ക് അടിക്കുക. കാരണം ഇനി അങ്ങോട്ട് പോയി റേഞ്ച് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പോയിട്ട് വരാം. ഇനിയും ഒരുപാട് ദൂരം താണ്ടാനുണ്ട് നമുക്ക്, അല്ലേ? ദൂരങ്ങളേറെ താണ്ടാനുണ്ട്. അഫ്സൽ ഇൻട്രോട്ടാ, വീഡിയോ ഇങ്ങോട്ട് നോക്കൂല. ഇനി നമുക്ക് പുനലൂർ ബ്രിഡ്ജിൽ കാണിച്ചു കൊടുക്കാം. ഗൈസ്, പുനലൂർ തൂക്കുപാലം ഉണ്ടല്ലേ, പുനലൂർ തൂക്കുപാലം കാണിച്ചു തരാം. സീൻ സാധനം. ഇതാണ് തൂക്കുപാലം, അല്ല പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ് അല്ലേ? ഇതാണ് ബ്രിഡ്ജ്. ഇതെന്താ തടി കൊണ്ടുണ്ടാക്കിയത്? ബ്രിട്ടീഷുകാർ പണ്ട് പണിഞ്ഞതാ. ഇത് എന്തൊരു തടിയാണ്, എന്താന്നറിയില്ല. സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ വ്യൂ കൊള്ളാല്ലേ സംഭവം? അടിപൊളി ബ്രിഡ്ജ്. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തെത്തി കാണാം. മതി. 1877 പണിഞ്ഞതായിരുന്നു അല്ലേ? ഇനി നമുക്ക് അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണാം. ബൈ ബൈ. അങ്ങനെ നമ്മൾ ഡാം വ്യൂവിലെത്തി. ഡാം വ്യൂ ഈ സ്റ്റെപ്പ് കയറി പോകാൻ പറ്റും. ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട്. ഭാര്യ വ്യൂ എന്നൊന്നും പറയാൻ പറ്റൂല, എന്നാലും കുഴപ്പമില്ലാത്തൊരു വ്യൂ ഉണ്ട്. അതെ, ഇതാണ് വ്യൂ. സംഭവം വെച്ചാൽ നമുക്ക് ഇതിലേ കൂടെ ഇറങ്ങി പോകാൻ പറ്റും. ഇതിൻ്റെ അപ്പുറത്ത് അതിലേ ഇങ്ങനെ ഇറങ്ങി ഇതിലേ നടന്നിട്ട് അതിലേ നമുക്ക് ഡാമിൽ പോകാൻ പറ്റും. പക്ഷെ നടക്കാൻ വയ്യ. എന്തിനാ ഇപ്പോൾ വെറുതെ പോയിട്ട് എപ്പോഴും പോണതാണ്. ഇതാണ് വ്യൂ. ഇനി നമുക്ക് മുകളിൽ കയറിയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ഇതാണ് മുകളിൽ കയറിയ ഉള്ള വ്യൂ. വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം. ഇതാണപ്പം ഡാം വ്യൂ. അത് ആരുടെ പേരൊക്കെ ഉണ്ട് വേണ്ടേ? അലിബാബ, സോന, ആരുടെയൊക്കെയോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് തോന്നുന്നല്ല. അപ്പം നമുക്ക് പോവാം. ഇത് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റാണ്. ഇത് തെന്മല ഡാമല്ല. തെന്മലയിലോട്ട് പോണ വെള്ളമാണ്. തെന്മല ഡാം അപ്പുറത്താണുള്ളത്. ഇത് വേറെ ഡാമായിരുന്നു, മാറിപ്പോയി. നമ്മുടെ വണ്ടികളുണ്ട്. ചാളിയായി ഫുള്ള്. ഇതാ ഓക്കെ, നമ്മൾ തെന്മല എത്തിയിട്ടുണ്ട്. അങ്ങനെ അതെ, അകത്തേറ്റത്തില്ല എന്തായാലും. സമയം കഴിഞ്ഞ് നമുക്ക് ആ തെന്മല ഡാം കാണിച്ചു തരാം. പാലവും കാണാം, അവിടെ തെന്മല ഡാമും കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് അടിപൊളി റോഡാ തെന്മല എത്തുന്നവരാ. അതെ, നൈസാണ്. ഇവിടെ നോക്ക്, ആന വണ്ടിയൊക്കെ പോണുണ്ടോ? ഉൾക്കാട്ടിലൂടെ പോണൊരു പ്രകൃതി.
4 യൂസ് ആയിട്ടോ. അപ്പൊ നമുക്ക് ഡാം എത്തിയിട്ട് കാണാം. അപ്പൊ ഗൈസ് ഇതാണ് തെന്മല എക്കോ ടൂറിസം. ആ കാണുന്നുണ്ട്, അതാണ് തെന്മല ഡാം. ആ കാണുന്നത് തെന്മല എക്കോ ടൂറിസം. അപ്പൊ നമുക്ക് നേരെ തെങ്കാശിക്ക് പോവാം, വളഞ്ഞു പോകണം. ഗൈസ് അതാണ് തെന്മല ഡാം, കല്ലട ഡാം തെന്മല. അപ്പൊ നമുക്ക് പോവാം ഗൈസ്. അപ്പൊ നമ്മള് ബ്രിട്ടീഷുകാർ പണിഞ്ഞ പാലം എത്തി. റെയിൽവേ മേൽപ്പാലം ബ്രിട്ടീഷുകാർ പണിഞ്ഞതാ ഇത്. മുകളിൽ കൂടെ ട്രെയിൻ പോകും. നമുക്ക് ഇതേ കൂടെ കയറാൻ വഴിയുണ്ട്, പക്ഷെ നമുക്കിപ്പോ ഇല്ല കയറാൻ പറ്റും. അതിന് മുകളിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും, പക്ഷേ ടൈമില്ല. നമുക്ക് സ്ഥലത്തെത്തണം അല്ലേ? ആന വണ്ടി വരുന്നുണ്ട്, ആന വണ്ടി ലൈറ്റ് ഒക്കെ ഇട്ട് പോണ. അപ്പൊ നമുക്ക് ഇനി നമ്മള് ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് കാറ്റൊക്കെ കൊണ്ടുപോവാ. നല്ല തണുപ്പ്. അപ്പൊ നമുക്ക് പോവാം. ഇതാണ് ഏതോ ഒരു വ്യൂ. കാണുന്നുണ്ട്. ഈ കാണുന്നതാണ് എസ് വളവ്. വണ്ടി പോണുണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങും. എസ് പോലെ വളയും. ഇത് ഫസ്റ്റ് എസ് അല്ല, ഫസ്റ്റ് എസിന്റെ വാലി. ഇനി ഇവിടെ നിന്നൊരു കറക്കമുണ്ട്. ഇതിനെയാണ് എസ് വളവെന്ന് പറയുന്നത്. അങ്ങനെ കേറിക്കൂടാ, ലോറി വളയുന്നുണ്ടാ. ടൈം കൊടുക്കണം നമ്മള്. സബൂർ ഷൈനി ഗൈസ്. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി തമിഴ്നാട് എത്തി. പക്ഷെ ഭയങ്കര കാറ്റ്. ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇതെന്താ അവിടെ ചെറിയ ഗ്രാമം. എന്ത് കാറ്റ് നോക്ക്. ഇത് ഫുള്ള് കോടയുണ്ട്. നല്ല രസമാണ്. വൈബല്ലേ? നല്ല കാറ്റുണ്ട്, അതാണ് സീൻ. അങ്ങനെ നമ്മൾ ബോട്ടർ ചിക്കനിലെത്തി. ബാട്ടർ ചിക്കൻ. இதுதான் ബാട്ടർ ചിക്കൻ, റിയൽ ബാട്ടർ ചിക്കൻ. அப்போ இங்கே நம்ம வாரையிலான சாப்பிட போகிற தமிழில் பேசுகிற. எனக்கு தமிழ் தெரியும். எனக்கு தமிழ் ரொம்ப தான் தெரியும். இது நம்மள வாரையில் தான் சாப்பிடாம போனேன். நல்லா பிச்சிப்போடு சிக்கன் இருக்குது, பாட்டர் சிக்கன் இருக்குது. நம்ம கோயின் பரோட்டையும் பிச்சிப்போடு சிக்கன் ஆர்டர் பண்ணி இப்போ வரும். ഓക്കെ, പൊറോട്ട എത്തി. ഇത് പിച്ചിപ്പോട്ട് ചിക്കൻ ഇങ്ങനെയുണ്ട്, അടിപൊളി. ഇനി നമ്മൾ മറ്റേ ബോർഡർ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു ചെസ്റ്റും ഒരു ലെഗും. അത് ഫ്രൈ ടൈപ്പാണ്. അതുകൂടെ വന്നിട്ട് നമുക്ക് കഴിക്കാം. പെപ്സിയൊക്കെ തീർന്നു. നമ്മളെന്നാലും ഇത് തിന്നാൻ വേണ്ടിയിട്ട് ചെങ്കോട്ടാരോ വന്ന തമിഴ്നാട്. ഏതല്ലേ പ്രാന്തന്മാരാ. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സാധനം വരുമ്പോൾ കാണിച്ചു തരാം. അപ്പം ചിക്കൻ വന്നു, ഡ്രൈ ചിക്കൻ. ரொம்ப பிரமாதமா, ரொம்ப பிரமாதம். അപ്പം നമ്മൾ കഴിച്ച് ചേർന്നിട്ട് വരാം ഗൈസ്. അടിച്ച് കേറ്റങ്ങോട്ട്. ഇപ്പം ആണിയൻ വരും ഇപ്പം അല്ലേ? ആണിയൻ ഇപ്പം കൊണ്ടുവരും ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ബില്ലെന്ത് ചെയ്യാ? ഇതിപ്പോൾ ബില്ല് 820 ഞങ്ങൾ മേടിച്ചത് 8 പൊറോട്ട, കൂൾ ഡ്രിങ്ക്സ് 2 എണ്ണം, പെപ്പർ ഗൺ ചിക്കൻ, പിന്നെ സെറ്റ്, പിന്നെ ഒരു ഐസ്ക്രീമും മേടിച്ചു. അങ്ങനെ പിന്നെ ഒരു ഐസ്ക്രീമും മേടിച്ചു. അങ്ങനെ 870 ആയതേ ഉള്ളൂ. ഗുഡ് ഫുഡ്, വർത്ത് ഫുഡ്, എവറിത്തിങ് വർത്ത് അല്ലേ? ഇതാണ് റഹ്മത്ത്, റിയൽ റഹ്മത്ത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരെണ്ണമുണ്ട്, അതും ഇവരുടെ ഫസ്റ്റ് ബ്രാഞ്ച് അവിടെയാണ്. അപ്പം നമുക്ക് ബൈ. അപ്പം ഇനി നമുക്ക് തിരിച്ച് വീട്ടിലെത്തിയിട്ട് കാണാം. ബൈ ബൈ.
രാജ്യമാ ഗോപുരങ്ങൾ